അപ്പോഴേ നമ്മളിന്ന് നിൽക്കുന്നത് വേറെ എവിടെയല്ല, നമുക്ക് ഉഗ്ര, അതായത് ഒരു ചേരുണ്ടൊന്ന് പിടിക്കാൻ വരുമോന്ന് വെച്ചിട്ട് അതിനെ പിടിക്കാൻ വന്നിട്ട് ഒരു ചേരന് 3 മൂർക്കന് ഒരു കോർണറിൽ നിന്ന് നമ്മൾ നാട്ടുകാരെടുത്താണ് ഇപ്പൊ നമ്മൾ എത്തിക്കുന്നത്. നാട്ടുകാർ എവിടെയല്ല, നമ്മളെ ആലിങ്ങൽ അല്ലേ, ആലിങ്ങൽ കൈമനശ്ശേരി എന്തെങ്കിലൊക്കെ ആ കുളത്തിന്റെ അവിടെ വന്നിട്ടാണ് ഞാൻ നിന്നത്. അവിടെ ഒരു ഓട്ടോറിക്ഷക്കാരൻ വന്ന് ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്റെ നെഞ്ഞ തിരിച്ചിരുന്നു, കാരണം അമ്മാര് വരാൻ വന്നു. അപ്പൊ എന്തായാലും കാക്ക എവിടെ ആള്? അപ്പൊ പാമ്പിന്റെ മുതലാളി അണലിയാട്ടോ, അത് പറയാൻ പറഞ്ഞത്. സൂപ്പർ അണലിയാണെന്നാണ് പറഞ്ഞത്. പഠിച്ചവൻക്ക് അറിയാം എന്താണെന്നുള്ളത്, കണ്ടിട്ടില്ല. അപ്പൊ അണലിയാണെന്നാണ് പറഞ്ഞത്. നിങ്ങളല്ലേ വിളിച്ചത്? അപ്പൊ നമ്മള് ഒരു രാവിലെ പുട്ടാണോ കഴിച്ചതെന്നുള്ള നമുക്ക് അറിയില്ല. നല്ല തള്ളലുണ്ട് എന്തായാലും. പിന്നെ അത് പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം നോട്ടക്കാരൻ പിന്നെ അത്ര നമുക്ക് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇവര് പറഞ്ഞ് എന്തിനാണ് ലൈറ്റ് എമർജൻസി പോരെന്നൊക്കെ. അപ്പൊ നമുക്ക് എമർജൻസി പോരാ, നല്ല ലൈറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞ് പിന്നെ അപ്പൊ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളെ റെസ്ക്യൂക്ക് പോവാണ്. അണലിക്കുട്ടനാണെന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കാണില്ല. നിങ്ങൾ പാമ്പിനെ കാണാനുള്ള ഇവിടെ ഇരുന്നോളിട്ടാ പിടിച്ചു വരാം. അപ്പൊ അവിടെ ഏകദേശം ഒരു 14 വയസ്സില്ല, 13 വയസ്സ്. എന്താ പറയാ, ഇതിപ്പോ നമ്മള് പാമ്പിനെ പിടിക്കണ മുന്നേ അവര് ചായ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്നാലും നമ്മളെ ചായ കുടിച്ചിട്ട് നമ്മള് ഇത് കഴിഞ്ഞിട്ട് കുടിക്കാം അല്ലെ, നമ്മളെ റെസ്ക്യൂ കഴിഞ്ഞിട്ട് കുടിക്കാം. നമ്മള് എന്താ പറയാ, നിങ്ങൾ കണ്ടില്ല പാമ്പിനെ പിടിക്കാൻ വന്ന് പാമ്പിനെ മോട്ടർ ബോട്ടിലിട്ടിട്ട് ചായ പിടിക്കുന്ന ആൾക്കാരാണ് വരും. ഇത് ആരാണ് പഠിച്ചത്? ഈ ചെങ്ങായിനെ അല്ല അതെ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കുട്ടി ഉണ്ടായിരുന്നു, ഒരു 14 വയസ്സുകാരെ. അവന് ആ ഒരു മോട്ടോർ കൂട്ടിൽ കയറിയിട്ട് എന്തോ എടുക്കാൻ പോയതാ അല്ലെ, ചാക്ക് എടുക്കാൻ പോയ സമയത്താണ് ആളെ കാണുന്നതും. സൂസും അല്ല, അതാ ചീറ്റനാണ്, മറ്റേ പാമ്പിനെ പോലല്ല. അപ്പൊ അങ്ങനത്തെ സൗണ്ട് കേട്ടപ്പോ ആള് കണ്ടതാണ് പാമ്പിനെ. ആ സൗണ്ട് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്താ പറയാ ഭയങ്കര ഒരു അവസ്ഥ ഉണ്ടാവും. കാരണം അണലിയാണ്, ഡേഞ്ചർ സാധനമാണ്. അങ്ങനെ അല്ല, അവന്റെ പ്രായം അങ്ങനെ നോക്കാൻ പറ്റിയ പ്രായമല്ല. നിങ്ങളാരും കോഴികളല്ലാത്തോണ്ട് അവൻ പോയി ആയി വരണുള്ളൂ. അപ്പോഴേ നമ്മള് ഒട്ടും സമയം കളയുന്നില്ല. നമ്മളത് ഒരു മോട്ടോർ കൂട്ടിന്റെ ഉള്ളിലാണ്, അത് ഡോറ് കറക്റ്റ് അടച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. അപ്പൊ നമ്മളെ റെസ്ക്യൂവിന് പോലെ ഇനിയിപ്പോ മോട്ടോർ കൂട്ടിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, മോനോടൊന്ന് പറയേണ്ടിയ. അപ്പൊ നമ്മള് ബാക്കി കുറച്ച് ആൾക്കാർ ചായ പിടിക്കുന്നുണ്ട്, ബാക്കിയുള്ളവർ ഇനി പിടിച്ചു കഴിഞ്ഞിട്ട് ചായ പിടിക്കുന്നുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മളൊന്ന് ഭദ്രാണല്ലോ. അപ്പൊ ഓക്കെ, നമ്മളെ റെസ്ക്യൂവിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പോകും. ഓക്കെ എടാ ഇളക്കല്ലടാ എടാ, നമ്മള് വേട്ടക്കല്ല പോണത്, റെസ്ക്യൂവിനാണ്, രക്ഷപ്പെടുത്താനാണ്. രക്ഷപ്പെടുത്താൻ. എടാ എന്റെ ടോർച്ച് വടിവാളൊക്കെ എടുത്തില്ലേ? ഇതാണ് രായിങ്കാക്ക. അതാ പതിയെ നടന്നു പോകുന്നു. ഈ കാണില്ല, അണലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 360 ഡിഗ്രി തിരിഞ്ഞ് കടിക്കുന്ന പമ്പാണ്. ഏത് ദിശയ്ക്കും പെട്ടെന്ന് ചാടി കടിക്കുവാണ്. അപ്പൊ നമുക്ക് നിങ്ങളെ ഐഡിയക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ കേബിൾ ഈ ലൈറ്റ് ഇങ്ങോട്ട് ശരിയില്ല എല്ലാ കുട്ടാ. ഇതിപ്പോ ഇങ്ങനല്ല വന്നത്, കുറച്ച് ഇങ്ങനെ കണ്ട് എടുത്താൽ കുറച്ചുകൂടി അടുത്തേക്ക് വരില്ലത്. നോക്കിയോ അതെന്തായാലും പിന്നെ ഇത് കാണിച്ചാ ആ സുനാപ്പി കാണിച്ചാ അവൻ കുടിച്ചു വെച്ചിട്ട് തുടങ്ങിയല്ല നമ്മള്. ഇല്ലേ ഒന്ന് അണലിയാണ്, നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മള് മാക്സിമം ശ്രദ്ധിച്ചിട്ടാണ് നിക്കണത്. എനിക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റൂല, അതുകൊണ്ട് നിങ്ങളെ കെയർ ചെയ്യാം. പിന്നെ നടക്കുമ്പോ നോക്കിട്ടോ.
അസല് കുട്ടപ്പനാണല്ലോ അല്ലേ? അതാ നമ്മളെ ഉഗ്ര സാധനമാണ്. ഇവര് നന്നായിട്ട് ചാടി കടിക്കുന്ന ആളാണ്. വരാൻ നിക്കണ്ടേ വീട്ടി ചെങ്ങായിമാരുന്നാല്. പിന്നെ ഇന്റെ അത് തരി ബാഗ് തരി ബാഗ് പിന്നെ ബാക്കിൽ നിന്ന് ആൾക്കാർ മാറിക്കുക. നമ്മക്ക് ഒന്ന് ഡേഞ്ചർ സാധനം ആയതുകൊണ്ട് നിങ്ങൾ ഐഡിയക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. എന്റെ ഐഡിയക്ക് ഞാൻ ചെയ്യാം. നല്ല ഗുണ്ടാവും. എന്റെ അതേ തടിയാന്ന് തോന്നണല്ലേ? ആണ് എന്താ പറഞ്ഞു? എന്റെ അതേ തടിയാന്ന് പറഞ്ഞതാണ്. അപ്പുറത്ത് കൂടെ കിടക്കുവോ? അപ്പുറത്ത് കൂടെ കിടക്കോ നോക്കാം. നമുക്ക് മുത്ത് കയറിക്കാം. നല്ല കുട്ടിയായിട്ട് സുന്ദരിയായിട്ട് അങ്ങോട്ട് പണ്ട് പറയും നല്ല അച്ചടക്കമുള്ള കുട്ടിയാണ്. പിന്നെ നല്ല അച്ചടക്കം ഉണ്ട്. നല്ല അച്ചടക്കം എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് അങ്ങ് പോകാൻ പറ്റില്ല. അതുകൊണ്ടേ പിന്നെ അതുമല്ല പാമ്പിനെ വെച്ചിട്ട് നമ്മൾ ഒരു കളിയും കളിക്കൂല. നിങ്ങളെ ബുദ്ധിമുട്ട് മാറ്റി തരിക. അതിനവിടെ സേഫ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകുക. അത്ര തന്നെ ഉള്ളൂ. എന്നാ പോവല്ല നമ്മള് കിട്ടില്ല മുതലാണ്. കിലോ കണക്ക് എനിക്കറിയില്ല. എന്തായാലും മാറിക്കണോ മാറിക്കണേ. അത് ഡേഞ്ചർ ആയതുകൊണ്ട് നമുക്ക് അത് കറക്റ്റല്ല. അപ്പൊ ഒന്ന് മാറിക്കേട്ടോ. ലൈറ്റിട്ടുണ്ട് പോരെ. ഇവിടെ ആക്കാൻ പോട്ടെ. നിങ്ങൾക്ക് കാണുന്ന അറിയാതെ കൊണ്ടുവരേണ്ട അല്ല ഇനിയൊന്ന് കാണുന്നതിനെ കാണല്ലേ? പ്രയാസമൊന്നുമല്ല, അത് നടക്കില്ല. എനിക്കൊരു ഇത് ചെറിയ തുണി കഷ്ണം ഒന്ന് കെട്ടാൻ ഒരു കയറ് മറ്റേ തുണിയാണല്ലേ? ആളെ കണ്ടായിക്കോട്ടെ. സൗണ്ട് ഉണ്ടാക്കണോ? നന്നായിട്ട് സൗണ്ട് ഉണ്ടാക്കണ്ട. ട്രാപ്പിലായി എന്നാണ് മനസ്സിലായത്. മൂപ്പര് ട്രാപ്പിലായി. ഇനി ഏത് നിമിഷം നമ്മളെ ചാടി കടിക്കാന്നുള്ള മെന്റാലിറ്റിയാണ്. സൗണ്ട് ഇല്ലേ? ഇത് ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. കുക്കറിൽ ഇതൊന്നും കൂടി സൗണ്ട് ഉണ്ടാക്കും. നല്ല സൗണ്ട് ഉണ്ടാക്കും. ഇത് കുക്കറിൽ നിന്ന് വിസിൽ വരുന്ന ഒരു സൗണ്ടാണ് വരുന്നത്. അതായത് ആ ഒരു സൗണ്ട് കേൾക്കുമ്പോ തന്നെ നമ്മൾ ഉറപ്പിക്കണം എന്ത് മൂപ്പര് ചാടി കടിക്കാനുള്ള ടെൻഡൻസിയിൽ നിൽക്കുക എന്നുള്ളത്. ഇത് നീട്ടല്ലോ നീട്ടല്ലേ? അത് നമുക്ക് കുറച്ചും കൂടെ സേഫ്റ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആ ബുക്ക് ആണെങ്കിൽ ഞാൻ പറയാം. ദേഷ്യം പിടിച്ചിട്ടാണ് താടി വെറുതെ പാടുണ്ടാക്കണേ. അല്ല ആ ആണാണോ പെണ്ണാണോ എന്നുള്ള നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെ വെറുതെ രസിപ്പിക്കുന്നേ. ഒരിക്കലും ഒരു പാമ്പിനെ കണ്ടിട്ട് ആണാണോ പെണ്ണാണോ എന്നുള്ളത് എന്നെ പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ തീരെ വിശ്വാസം. ഞാൻ കാലം കണ്ടെടുത്തിട്ട് ഒരു പൂതികറ്റ് ഇങ്ങോട്ട് ചാടിയിട്ടുണ്ടെങ്കിൽ തീരുമാനമായി. അത്ര ദേഷ്യം പിടിച്ചിട്ടാണ് ആളെന്ത് ചെയ്യുന്നത്? ഒറ്റപ്പാടും വെള്ളം ഉണ്ടാക്കുന്നത്.
നല്ല നല്ല അസല് സാധനല്ലേ, ഒരു 1.5 മുതല്. കറുത്തൊന്നും ഇപ്പൊ നമ്മളെ ഈ ഏരിയയിൽ നമ്മളിങ്ങനെ ഇതിനെ വളർത്തിയെന്ന് ലൈറ്റ് അതിലൊന്നും കൊണ്ടാ ഇതെന്നെ അപ്ലോഡ് ചെയ്യാം. കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും സംസാരിക്കാം, ഒക്കെ ചെയ്യാം. അതൊന്നും ഒരു കുഴപ്പമില്ല. ആ കുട്ടീനെ മാറ്റി നിങ്ങൾ അപകടം വിളിച്ചു വരും. അപ്പോഴേ നമ്മളെ രായൻകാക്കാന്റെ ഇതാട്ടോ, നമ്മളെ രായൻകാക്ക അണലിന്റെ മുതലാളി ബാക്കിലുണ്ട്. അപ്പോൾ രായൻകാക്കാന്റെ സ്വന്തം പാമ്പിനെ നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ, അതായത് നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി, നാട്ടുകാരോട്ടോ ഇവരൊക്കെ ഒരു തലക്കനാണ്ട് മോച്ച ഇവിടെ തീർന്നാ അല്ല എൻ്റെ കുട്ടിയോടെ 1 2 3 4 എല്ലാവരും ഉണ്ട് ഇവിടെ. ആ ടോർച്ച് അടിക്കാറ് വെളിച്ചെണ്ണ റഫിയാക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒരു 5-6 വട്ടം അത് കെടുത്തിക്കണ്, അത് വേറെ കാര്യം. ബാക്കി ഇത് അവിടെ എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരും സഹകരിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് എല്ലാം ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ, അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് പോലും ഇല്ല അല്ലെ, നമ്മളെ കൂട് കാണിച്ചു കൊടുത്ത് സിമ്പിൾ ആയിട്ട് അയാളാണ്ട് കയറി. ആ നല്ല അനുസരണം ഇവിടുത്തെ നാട്ടുകാരില്ലെങ്കിൽ അങ്ങനെ. പ്രത്യേകിച്ച് നോമ്പ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ, നന്നായതാണ്. അതാണ് സംഭവം, വേറെ ഒന്നല്ല. അപ്പൊ എന്തായാലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ആളെ റെസ്ക്യൂ ചെയ്ത് നമ്മളെ ബാഗിലാക്കി നല്ല അസലൊരു ഇവര് പറഞ്ഞെന്താ വെച്ചാല് ഇവിടെ ഇങ്ങനെ അപ്പോഴേ എന്തായാലും നമ്മൾ കുഴപ്പമില്ലാത്ത റെസ്ക്യൂ ആയിരുന്നു. ആളെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല സെറ്റ് ആക്കിയിട്ടല്ല, നല്ല സൈസുള്ളതാണ്. ഇതിന്റെ അതേ തടിയാണ് അല്ലേ, പക്ഷെ കളറ് അത് നിറണ്ട്, ഞാൻ നിറഞ്ഞ സമ്മതിച്ച് നമ്മളെ പിടിച്ചാൽ കിട്ടൂല. അപ്പോഴേ നമ്മളെ റെസ്ക്യൂ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയില്ലേ. എന്താ പറയാ, ഇനിയിപ്പോ ഞാൻ ആർന്നോമ്പാണല്ലേ, കടഞ്ഞായ ഉണ്ടല്ലേ, കടഞ്ഞായ എടുത്തോളൂ. അപ്പൊ നമ്മള് നിർത്തിയാണ്. ഓക്കെ, താങ്ക് യു.